നമസ്കാരം. പ്രവാസികളുടെ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ലുഫ്താൻസ പൈലറ്റുമാർ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പണിമുടക്ക്. പെൻഷനുകളെ ചൊല്ലിയുള്ള ദീർഘകാല തർക്കം രൂക്ഷമാക്കിക്കൊണ്ട് ലുഫ്താൻസ പൈലറ്റുമാർ വ്യാഴാഴ്ച പുലർച്ചെ മുതൽ 2 ദിവസത്തെ പണിമുടക്ക് ആരംഭിക്കും. പൈലറ്റുമാരുടെ യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്ക് മാർച്ച് 12-ന് അർദ്ധരാത്രി 1 മണി മുതൽ മാർച്ച് 13-ന് 23 മണി 59 വരെയാണ് ജർമ്മൻ വിമാനത്താവളങ്ങളിൽ പണിമുടക്ക് നടത്തുന്നത്. ജർമ്മനിയിലെ വിമാനത്താവളങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ലുഫ്താൻസ പാസഞ്ചർ കാർഗോ വിമാനങ്ങളെയാണ് പണിമുടക്ക് ബാധിക്കുക. ജർമ്മൻ ബയോടെക്നോളജി കമ്പനിയായ ബയോടെക്കിന്റെ സ്ഥാപകർ പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനായി സ്ഥാനമൊഴിയുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചു. ഉഗൂർ സാഹിൻ, ഓസ്ലെം ടുറേസി എന്നീ ദമ്പതി ടീമിന്റെ നേതൃത്വത്തിലാണ് ബയോടെക് കോവിഡ്-19-നെതിരെയുള്ള ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. കമ്പനി US കമ്പനിയായ ഫൈസറുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടു. കൊറോണ വൈറസ് വാക്സിനുള്ള ആദ്യ വിപണി അംഗീകാരവും ലഭിച്ചു. mRNA അധിഷ്ഠിത ക്യാൻസർ ചികിത്സകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാഹിനും ടുറേസിയും 2008-ൽ ബയോടെക് സ്ഥാപിച്ചത്. ഈ വർഷം അവസാനത്തോടെ ഇവർ സ്ഥാനമൊഴിയും. ഹോർമൂസ് കടലിടുക്കിൽ യുദ്ധസമാന സാഹചര്യത്തിൽ 10 ഇറാനിയൻ കപ്പലുകൾ അമേരിക്ക തകർത്തു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ ഖനന കപ്പലുകൾ തകർത്തതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇറാൻ ഈ മേഖലയിൽ കടൽ ഖനികൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളെ തുടർന്നാണ് അമേരിക്കൻ സൈന്യം തിരിച്ചടിച്ചത്. ഇറാൻ കടലിനടിയിൽ ഖനികൾ സ്ഥാപിക്കാൻ തുടങ്ങിയതായി CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തെയും എണ്ണക്കടത്തിനെയും സാരമായി ബാധിക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. ഇറാൻ ഖനികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടൻ നീക്കം ചെയ്യണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ഇതുവരെ കാണാത്ത തരത്തിലുള്ള കനത്ത സൈനിക പ്രത്യാഘാതങ്ങൾ ഇറാൻ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകൾക്ക് അമേരിക്കൻ നാവികസേന സുരക്ഷ നൽകുന്നതിനെ കുറിച്ച് വൈറ്റ് ഹൌസ് ആലോചിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ ഇത്തരം സുരക്ഷാ ദൗത്യങ്ങൾ തുടങ്ങിയിട്ടില്ലെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. അമേരിക്കൻ കപ്പലുകളൊന്നും ഈ മേഖലയിലേക്ക് അടുക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ലെന്നാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെടുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക നീക്കത്തിന്റെ ഭാഗമായാണ് അമേരിക്കൻ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക മിസൈലുകൾക്കും സാങ്കേതിക വിദ്യകൾക്കും എതിരെ തങ്ങളുടെ ഏറ്റവും മികച്ച ആയുധങ്ങൾ ഉപയോഗിക്കുമെന്ന് വാഷിംഗ്ടൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ 11-ാം ദിവസമായ ചൊവ്വാഴ്ച US ആക്രമണങ്ങളിൽ ഏറ്റവും കടുത്തതായിരിക്കും എന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് പെന്റഗണിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യയിൽ യുദ്ധം അയവില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ഇറാനെതിരെ ചൊവ്വാഴ്ച രാത്രി ഏറ്റവും വിനാശകരമായ ആക്രമണം ഉണ്ടാകുമെന്നാണ് US പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കിയത്. യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണെന്നാണ് ഇത് മുന്നറിയിപ്പായി നൽകുന്നത്. ചരിത്രത്തിൽ ഇല്ലാത്ത വിധം യുദ്ധവിമാനങ്ങളും ബോംബറുകളും ഉപയോഗിച്ചുള്ള സൈനിക നീക്കം ഉണ്ടാകുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ലെബനനിൽ ഇസ്രായേലി സേന നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ കത്തോലിക്ക വൈദികനും ഉൾപ്പെടുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് തെക്കൻ ലെബനിലുണ്ടായ ബോംബാക്രമണത്തിൽ മാറോണൈറ്റ് കത്തോലിക്ക വൈദികനാണ് കൊല്ലപ്പെട്ടത്. ക്ലായയിലെ ഇടവികാരിയായ ഫാദർ പിയർ എൽറാഹി എന്ന 50-കാരനാണ് മരിച്ചത്. ബോംബാക്രമണത്തിൽ വീട് തകർന്ന ഇടവാംഗത്തെ സഹായിക്കാൻ പോകുന്നതിനിടെയാണ് വൈദികൻ കൊല്ലപ്പെടുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇറാനുമായി ഇന്ത്യ ആശയവിനിമയം നടത്തി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഫോണിലാണ് സംസാരിച്ചത്. നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തിയെന്ന് ജയശങ്കർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ചർച്ചകൾ ഇനിയും തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാനിലേക്ക് മടങ്ങിയാൽ പീഡനത്തിനും ശിക്ഷയ്ക്കും വിധേയരാകേണ്ടി വരുമെന്ന ഭയത്തെ തുടർന്ന് ഇറാന്റെ വനിതാ ഫുട്ബോൾ ടീമിലെ 5 താരങ്ങൾ ഓസ്ട്രേലിയൻ വീസ നേടി. ഓസ്ട്രേലിയ മാനുഷിക വീസയാണ് അനുവദിച്ചത്. ഏഷ്യൻ കപ്പ് ടൂർണമെന്റിൽ പങ്കെടുക്കാനായി ഓസ്ട്രേലിയയിലെത്തിയിരുന്ന താരങ്ങൾ സുരക്ഷാ ആശങ്കകൾ ഉയർത്തിയതിനെ തുടർന്നാണ് സർക്കാർ ഇടപെട്ടത്. മനുഷ്യാവകാശപരമായ പരിഗണനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനമെന്നാണ് ഓസ്ട്രേലിയൻ അധികൃതർ വ്യക്തമാക്കിയത്. സ്വിറ്റ്സർലൻഡിലെ ഫ്രൈബുർഗ് കാന്റണിലുള്ള കെർസേഴ്സിൽ ചൊവ്വാഴ്ച വൈകുന്നേരമുണ്ടായ ദാരുണമായ ബസ് അപകടത്തിൽ 6 പേർ മരിച്ചു. സ്വിറ്റ്സർലൻഡിലെ ഒരു സർവീസ് ബസ്സാണ് അപകടത്തിൽ പൂർണ്ണമായും കത്തി നശിച്ചത്. 6 പേരാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം മരിച്ചത്. മരണസംഖ്യ ഇനിയും കൂടാനാണ് സാധ്യത. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രാദേശിക സമയം ചൊവ്വാഴ്ച വൈകുന്നേരമാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീപിടിക്കുകയും നിമിഷങ്ങൾക്കകം അത് പൂർണ്ണമായും കത്തി അമരുകയും ചെയ്തു. അപകടത്തിൽ 6 പേർ മരിച്ചതായി
നിരവധി പേർക്ക് പരിക്കേറ്റതായും പോലീസ് സ്ഥിരീകരിച്ചു. എന്നാൽ കൃത്യമായ കണക്കുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഫയർഫോഴ്സ്, പോലീസ്, ആംബുലൻസ് വിഭാഗങ്ങൾ സ്ഥലത്ത് തമ്പടിച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. പരിക്കേറ്റവരെ എയർ ആംബുലൻസും ഉപയോഗിച്ചാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. കനത്ത പുക കാരണം ആർക്കും ആദ്യം അടുത്തെത്താൻ സാധിച്ചില്ല. സ്പാർ സൂപ്പർമാർക്കറ്റിന് സമീപമാണ് സംഭവം നടന്നത്. തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് പോലീസ് ഔദ്യോഗികമായി ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. ഒരാൾ ബസ്സിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തിയതായിട്ടാണ് അപകടത്തിന് കാരണമെന്ന് ചിലർ ആരോപിക്കുന്നുണ്ടെങ്കിലും അധികൃതർ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. അപകടത്തെ തുടർന്ന് ലിസ്, മൂർട്ടൺ എന്നിവയ്ക്കിടയിലുള്ള പ്രധാന പാത H22 രണ്ട് ദിശകളിലും അടച്ചിട്ടിരിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധരും പോലീസും സംഭവ സ്ഥലത്ത് പരിശോധന തുടരുന്നുണ്ട്. പ്രാദേശിക മാധ്യമമായ 20 മിനിറ്റൻ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അപകട സമയത്ത് ബസ്സിനുള്ളിൽ എത്ര പേരുണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ കണക്ക് പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും നിരവധി പേർ മരിച്ചുവെന്നും ഗുരുതരമായി പരിക്കേറ്റവരെ ഹെലികോപ്റ്റർ മാർഗം സമീപത്തെ വലിയ ആശുപത്രിയിലേക്ക് മാറ്റിയതായും പറഞ്ഞു. ഈ മേഖലയിലൂടെ സർവീസ് നടത്തുന്ന ഒരു ENL ബസ്സിനാണ് തീപിടിച്ചത്. വൈകുന്നേരം ആളുകൾ ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സമയമായതിനാൽ ബസ്സിൽ വലിയ തിരക്കുണ്ടായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. കത്തോലിക്ക രാജ്യമായ മൊണാക്കോയിലേക്ക് ലയോ 14 മാർപ്പാപ്പ ഈ മാസം 28 നടത്താനിരുന്ന അപ്പസ്തോലിക യാത്രയുടെ ഔദ്യോഗിക ചിഹ്നവും ആപ്തവാക്യവും മറ്റു വിവരങ്ങളും വത്തിക്കാൻ പുറത്തുവിട്ടു. മാർപ്പാപ്പയുടെ ഈ വർഷത്തെ ആദ്യ വിദേശയാത്രയാണിത്. 9 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന സന്ദർശന വേളയിൽ ആൽബർട്ട് രാജകുമാരനുമായും കത്തോലിക്ക സമൂഹവുമായും മാർപ്പാപ്പ കൂടിക്കാഴ്ചകൾ നടത്തും. തുടർന്ന് ലൂയിസ് രണ്ടാമൻ സ്റ്റേഡിയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. വത്തിക്കാനിൽ നിന്ന് 28 രാവിലെ 7 പുറപ്പെടുന്ന പുറപ്പെടുന്ന മാർപ്പാപ്പ ഏകദേശം 9 മൊണാക്കോയിൽ എത്തിച്ചേരും. രാജകൊട്ടാരത്തിൽ ഔദ്യോഗിക സ്വീകരണം നടക്കും. തുടർന്ന് വിവിധ കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഉച്ച കഴിഞ്ഞാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുക. പ്രാദേശിക സമയം വൈകുന്നേരം 5:45 വത്തിക്കാനിലേക്ക് മടങ്ങും. ഊർജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയുടെയും എയർ ഇന്ത്യ എക്സ്പ്രസും മാർച്ച് 12 മുതൽ ടിക്കറ്റ് തുകയ്ക്കൊപ്പം ഇന്ധന സർചാർജ് ഈടാക്കും. വിമാനക്കൂലി ഇതോടെ കാര്യമായി വർദ്ധിക്കും. വ്യാഴാഴ്ച പുലർച്ചെ 1 മുതൽ ബുക്ക് ചെയ്യുന്ന ആഭ്യന്തര സർവീസുകളിലെ ടിക്കറ്റുകൾക്കൊപ്പം 399 രൂപ അധികമായി ഈടാക്കും. മാലദ്വീപ്, ശ്രീലങ്ക, ഭൂട്ടാൻ തുടങ്ങിയ സാർക്ക് രാജ്യങ്ങൾക്കും ഇതേ നിരക്ക് ബാധകമാകും. അതേസമയം പശ്ചിമേഷ്യൻ, ഗൾഫ് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഫ്ലൈറ്റുകൾക്ക് $10 അധികമായി ചുമത്തും. മാർച്ച് 18 മുതലാണ് യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾക്ക് സർചാർജ് ഈടാക്കുക. ഹോങ്കോങ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സർചാർജ് പിന്നീട് പ്രഖ്യാപിക്കും. ഏവിയേഷൻ ഇന്ധനത്തിന്റെ വില കുതിച്ചുയർന്നതാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കാരണമായതെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. തീരുമാനത്തിൽ കമ്പനി ഖേദിക്കുന്നതായും അറിയിച്ചു. സർചാർജ് ഈടാക്കാതിരുന്നാൽ ഫ്ലൈറ്റുകൾ റദ്ദാക്കേണ്ടി വരുമെന്നും കമ്പനി വ്യക്തമാക്കി. വിമാന കമ്പനികളുടെ മൊത്തം ചെലവിന്റെ 40% ഏവിയേഷൻ ഇന്ധനത്തിനാണ് ചെലവാകുന്നത്. നിലവിൽ ജർമ്മനിയിലേക്ക് വൺ വേക്ക് 1.72 ലക്ഷം രൂപ വിലയുണ്ടെന്നാണ് യാത്രക്കാർ വെളിപ്പെടുത്തുന്നത്. എയർ ഇന്ത്യയുടെ ചുവട് പിടിച്ച് മറ്റു കമ്പനികളും വൈകാതെ ഇന്ധന സർചാർജ് പ്രഖ്യാപിച്ചേക്കും. നിലവിൽ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾക്ക് സർചാർജ് ഈടാക്കില്ല. എന്നാൽ ഇവയുടെ തീയതി മാറ്റുകയോ റീഷെഡ്യൂൾ ചെയ്യുകയോ ചെയ്താൽ ചാർജ് ബാധകമാകും. മാർച്ച് 18 മുതൽ യൂറോപ്പ് യാത്രയ്ക്കായി നിലവിലെ സർചാർജായ $100 നിന്ന് $125, നോർത്ത് അമേരിക്കൻ യാത്രയ്ക്ക് $150 നിന്ന് $200, ഓസ്ട്രേലിയൻ യാത്രയ്ക്ക് $150 നിന്ന് $200 നൽകേണ്ടി വരും. യുദ്ധം കാരണം ജർമ്മനിക്ക് വരാൻ അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്ന് പോകാൻ എയർ ഇന്ത്യ വൺ വേ ടിക്കറ്റിന് 9 ലക്ഷം രൂപ ഈടാക്കുന്നുവെന്ന വാർത്ത പരക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായും ശരിയല്ലെങ്കിലും ഇതിന്റെ പിന്നിലെ വസ്തുതകൾ ഇനി പറയുന്നവയാണ്. ഇത് സാധാരണ നിരക്കല്ല. എയർ ഇന്ത്യയോ മറ്റു വിമാന കമ്പനികളോ സാധാരണഗതിയിൽ ഇത്രയും വലിയ തുക ഈടാക്കാറില്ല. എന്നാൽ യുദ്ധം പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കപ്പെടുമ്പോൾ ലഭ്യമായ ചുരുക്കം സീറ്റുകൾക്ക് ഡിമാൻഡ് കൂടുകയും ഡൈനാമിക് പ്രൈസിംഗ് വഴി നിരക്ക് കുത്തനെ ഉയരുകയും ചെയ്യാറുണ്ട്. മാത്രമല്ല, കണക്ഷൻ ഫ്ലൈറ്റുകളുടെ നിരക്ക് നേരിട്ടുള്ള വിമാനങ്ങൾ ഇല്ലാത്തപ്പോൾ പല വിദേശ വിമാന കമ്പനികളും ചേർന്ന് നടത്തുന്ന കണക്ഷൻ ഫ്ലൈറ്റുകളുടെ ഉദാഹരണത്തിന് ലണ്ടൻ, ദുബായ്, ഡൽഹി തുടങ്ങിയ മേഖലകളിൽ ബിസിനസ് ക്ലാസ് ടിക്കറ്റുകൾക്കോ അവസാന നിമിഷം ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കോ ചിലപ്പോൾ ലക്ഷങ്ങൾ വരാം. ഇത് പലപ്പോഴും ട്രാവൽ പോർട്ടലുകളിൽ കാണിക്കുന്ന ഉയർന്ന തുകയായിരിക്കും. എന്നാൽ ഇത് എയർ ഇന്ത്യയുടെ മാത്രം നിരക്കല്ല. മുൻപും സമാനമായ സാഹചര്യങ്ങളിൽ ഉയർന്ന നിരക്കിനെ കുറിച്ച് പരാതി ഉയർന്നപ്പോൾ അത് തങ്ങളുടെ നേരിട്ടുള്ള നിരക്കല്ലെന്നും തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിലെ കണക്ഷൻ ഫ്ലൈറ്റ് നിരക്കുകളാണെന്നും എയർ ഇന്ത്യ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ 9 ലക്ഷം രൂപ എന്നത് ഒരു സാധാരണ ടിക്കറ്റ് നിരക്കല്ല. ഇത് യുദ്ധ സാഹചര്യത്തിൽ ഡിമാൻഡ് കൂടുമ്പോൾ സെർച്ച് എഞ്ചിനുകളിൽ കാണിക്കുന്ന അമിത നിരക്ക് മാത്രമാകാനാണ് സാധ്യത. എയർ ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ 9 ലക്ഷം രൂപ അല്ലെങ്കിൽ അതിനടുത്ത തുക കാണിക്കുന്നുണ്ടെങ്കിൽ അത് സാധാരണ ഒരു ഇക്കോണമി ക്ലാസ് ടിക്കറ്റ് നിരക്കാകാൻ സാധ്യതയില്ല. ചിലപ്പോൾ ബിസിനസ് ക്ലാസ് അല്ലെങ്കിൽ ഫസ്റ്റ്
ഫസ്റ്റ് ക്ലാസ് സീറ്റുകളായിരിക്കും അത്. ഇത്തരം ലക്ഷറി സീറ്റുകൾക്ക് അന്താരാഷ്ട്ര യാത്രകളിൽ പലപ്പോഴും ലക്ഷങ്ങൾ വില നൽകേണ്ടി വരും. എന്നാൽ നേരിട്ടുള്ള വിമാനങ്ങൾ റദ്ദാക്കപ്പെടുമ്പോൾ എയർ ഇന്ത്യയുടെ വെബ്സൈറ്റ് മറ്റു വിദേശ വിമാന കമ്പനികളുമായി ചേർന്ന് നടത്തുന്ന യാത്രകൾ കാണിക്കാറുമുണ്ട്. അതിനാൽ വെബ്സൈറ്റിലെ ഉയർന്ന തുക കണ്ട് ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത്. യുദ്ധത്തിനു മുമ്പ് ജർമ്മനിയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ ഇക്കണോമി നിരക്ക് ഏകദേശം 300 യൂറോ മുതൽ 600 യൂറോയോ അല്ലെങ്കിൽ 700 യൂറോയോ ആയിരുന്നു. അതേസമയം യാത്രക്കാരുടെ തിരക്ക് കുറയ്ക്കുന്നതിനായി എയർ ഇന്ത്യ ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് 78 അധിക വിമാനങ്ങൾ ഈ ആഴ്ച, അതായത് മാർച്ച് 10-നും 18-നും ഇടയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൽഹി ഫ്രാങ്ക്ഫർട്ട് റൂട്ടിൽ ദിവസേന അധിക സർവീസുകൾ ഉണ്ടാകും. ഇത് ടിക്കറ്റ് നിരക്ക് കുറയാൻ സഹായിക്കുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം കാരണം ചില വ്യോമപാതകൾ ഒഴിവാക്കി വിമാനങ്ങൾ ചുറ്റി സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്. ഇത് യാത്രാ സമയം കൂടാനും ഇന്ധന ചെലവ് വർദ്ധിക്കാനും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് നിരക്കിന്റെ പെർസെന്റേജ് വർദ്ധിക്കുന്നതിനൊപ്പം വിലയും കൂടുന്നുണ്ട്. പക്ഷേ ഇത് 9 ലക്ഷം രൂപ എന്ന വലിയ തുകയിലേക്ക് എത്താറില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് സെർച്ച് എഞ്ചിനുകളിലെ പിശകാകാനും വഴിയുണ്ട്. അതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ ഈ തുക കാണുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഇക്കോണമി ക്ലാസ് ആണോ എന്ന് തന്നെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കേരളത്തിലെ പോലീസ് ആസ്ഥാനത്ത് പുതിയതായി നോർക്ക പോലീസ് സ്റ്റേഷൻ ആരംഭിക്കും. ലോകമൊട്ടാകെ ഏകദേശം 3.5 ലക്ഷം പ്രവാസികൾ ഉണ്ടെന്നാണ് കണക്ക്. വിദേശത്ത് ജീവിക്കുമ്പോൾ സങ്കീർണമായ നിയമ സാമ്പത്തിക സുരക്ഷാ പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള അനിയന്ത്രിതമായ തട്ടിപ്പുകൾ, സൈബർ നിക്ഷേപ തട്ടിപ്പുകൾ, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, വ്യാജ ജോലി ഓഫറുകൾ എന്നിവയാണ് ഇവയിൽ ചിലത്. നാട്ടിൽ കഴിയുന്ന മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിന് ഏർപ്പെടുത്തിയവരിൽ നിന്ന് പോലും മാതാപിതാക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രവാസികളെ പ്രയാസത്തിൽ ആക്കുന്നുണ്ട്. കഴിഞ്ഞ ജനുവരി 29 മുതൽ 31 വരെ നിയമസഭാ മന്ദിരത്തിൽ കൂടിയ ലോക കേരള സഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുന്നത്. NRI സെല്ലിനെ കൂടാതെ നോർക്ക പോലീസ് സ്റ്റേഷൻ രൂപീകരിക്കുക എന്ന നിർദ്ദേശമാണ് സർക്കാരിന് സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ NRI സെൽ SP-യുടെ ചുമതലയിൽ ഒരു NRI പോലീസ് സ്റ്റേഷൻ ആണ് നിലവിൽ വരുന്നത്. ഇതിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകുകയും ചെയ്തു. ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എന്നിങ്ങനെ 25 തസ്തികകളാണ് ഈ ഓഫീസിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പ്രവാസികൾ ശ്രദ്ധിക്കുക. പ്രവാസികളായിരിക്കുന്ന ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള കംപ്ലൈന്റുകൾ നൽകണമെങ്കിൽ നോർക്ക പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളെ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.